വയനാട്ടിലെ ആദിവാസി കോളനികളിൽ മദ്യപാനം മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ കക്കടവിൽ ഒരു കോളനിയിൽ മാത്രം 9 ആദിവാസികളാണ് മദ്യപാനത്തെ തുടർന്ന് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തത്. കോളനിക്കടുത്തുള്ള കള്ളുഷാപ്പ് നിർത്തലാക്കണമെന്ന ആദിവാസി സ്ത്രീകളുടെ ആവശ്യത്തോട് അധികൃതർ മുഖം തിരിക്കുകയാണ്. ബാബു, ബാലൻ, ചാമൻ, കറുപ്പൻ തുടങ്ങി 9 പേർ വെള്ളമുണ്ട പഞ്ചായത്തിലെ കക്കടവ് അരയാൽത്തറ പണിയ കോളനിയിൽ മദ്യലഹരിയിൽ തൂങ്ങി മരിച്ചവരും പുഴയിലും കിണറ്റിലും വീണ് മരിച്ചവരും. മൂക്കറ്റും കള്ളും കുടിച്ച് വന്നിട്ട് വീണ്ടുള്ളി തൂങ്ങി കഴിക്കുന്നു. ഇപ്പം ആകെ ഉള്ളത് എനിക്ക് 3 മക്കൾ വന്നു. എൻ്റെ കെട്ടിയാണ് പിന്നെ എൻ്റെ ആങ്ങളെയും മരിച്ചു. ഇപ്പം മോളെ ഭർത്താവും മരിച്ചു. 3 ആളും മരിച്ചു ഈ വീട്ടിൽ. ഇനിയും ജീവനോടെ ബാക്കിയുള്ള പുരുഷന്മാരുടെ അവസ്ഥയും സ്ത്രീകൾ തന്നെ പറയും. കള്ളുകൂടി അതുപോലെ പ്രശ്നങ്ങളെല്ലാം ഭയങ്കര. ഞങ്ങൾക്കൊരു സമാധാനം. പണിയെടുത്താൽ ഒരു സാധനം കൊണ്ടുവരില്ല. സമീപത്തെ കള്ളുഷാപ്പാണ് തങ്ങളുടെ പുരുഷന്മാരെ കൊന്നൊടുക്കുന്നതെന്ന് ആദിവാസി സ്ത്രീകൾ പറയുന്നു. കൂടാതെ ഈ പ്രദേശങ്ങളിൽ വിദേശ മദ്യത്തിന്റെ അനധികൃത വിൽപ്പനയുമുണ്ട്. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ മദ്യമുണ്ടാക്കുന്ന വിപത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കോളനിയിൽ കാണുന്നത്. വിധവകളും മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുമാണ് ഈ കോളനിയിലെ സ്ത്രീകളിൽ അധികവും. ക്യാമറാമാൻ മനു റോയ്ക്കൊപ്പം കമൽ, റിപ്പോർട്ടർ, വയനാട്.